ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരുന്നു പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ദൈവമാകുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവമാണ്. തൃത്വത്തിൽ തുല്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 3 തുല്യമായിട്ടുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തൃത്വത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം തുല്യനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ വായിക്കാം. യൂദയുടെ ലേഖനം 20-21 വാക്യം നമുക്കൊന്ന് വായിക്കാം. 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ഇവിടെ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചു. ഇവിടെ കാണുന്ന പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കണം, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് കാണുന്ന ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഈ 3 തൃത്വത്തിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവും തുല്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വേദൊരു ഭാഗം വായിക്കാം. 1 പത്രോസ് 1-2 വാക്യം. 1 പത്രോസ് 1-2 വാക്യത്തിൽ നാം കാണുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. ഇവിടെ കാണുന്ന പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുക, മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായ വിശുദ്ധന്മാരുമായവർക്ക് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വേറെ ഒരു വാക്യവും കൂടെ വായിക്കാം. അനേക വാക്യങ്ങളുണ്ട്. അതിൽ ചില വാക്യങ്ങളാണ് നമുക്ക് വായിക്കാൻ. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ആ തൃത്വം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 13-14-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ. അത് നമുക്ക് എല്ലാ ലേഖനങ്ങളിലും അത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഇവിടെയും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാൻ ദൈവവും തുല്യരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവാൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് ദൈവിക ഗുണങ്ങൾ നമുക്ക് ചിലത് നോക്കാം. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവം സർവ്വവ്യാപിയാണ് എന്ന് ദൈവം സർവ്വവ്യാപിയായതുപോലെ പരിശുദ്ധാത്മാവും ദൈവവും സർവ്വവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിലാണ്, എന്നാൽ ഭൂമിയിൽ അയക്കപ്പെട്ട താളിൽ നമ്മളിൽ വസിക്കുന്നു. നമുക്ക് യോഹന്നാൻ 15-26 വാക്യത്തിൽ നമുക്ക് കാണുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവാൻ ദൈവം പിതാവിൻ്റെ അടുക്കലാണ്, സ്വർഗത്തിലാണ്. അതേസമയം നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ സർവ്വവ്യാപിയാണ്. ദൈവം സർവ്വവ്യാപിയായിരിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവം സർവ്വവ്യാപിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് സർവജ്ഞാനിയാണ് എന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവവും സർവജ്ഞാനിയായതുപോലെ തന്നെ പരിശുദ്ധാത്മാവാം ദൈവവും സർവജ്ഞാനിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 കൊരിന്ത്യർ 2-10 വാക്യത്തിൽ 1 കൊരിന്ത്യർ 2-10 വാക്യത്തിൽ നാം കാണുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സർവജ്ഞാനിയാണ്. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിൽ ആ മനുഷ്യാത്മാവാതെ അല്ലാതെ മനുഷ്യനിൽ ആരറിയാം? അവണ്ണം തന്നെ ദൈവത്തിലുള്ളതും മനുഷ്യൻ്റെ ഉള്ളതും അറിയുന്ന സർവജ്ഞാനിയാണ് ദൈവം. പരിശുദ്ധാത്മാവം ദൈവം എന്നും കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവൻ്റെ ദൈവിക ഗുണങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പിതാവായ ദൈവം സർവശക്തനായതുപോലെ തന്നെ പരിശുദ്ധാത്മാവാൻ ദൈവവും സർവശക്തനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ തൃത്വത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് കാണുന്നത് ഉൽപ്പത്തിയിൽ ആദ്യം നമുക്ക് കാണുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കാണുന്നത് ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സൃഷ്ടിയിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമാണ് സൃഷ്ടി. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് വളരെ ക്ലിയറായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിയിലും നമുക്ക് കാണും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ മോഴുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ നാം കാണുന്ന പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അവിടെ വളരെ കൃത്യമായിട്ട് അങ്ങനെ നാം നമ്മുടെ സ്വരൂപത്തിൽ അതുകൊണ്ട് സർവശക്തനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം വിശുദ്ധനായതുപോലെ തന്നെ പരിശുദ്ധാത്മാവാൻ ദൈവവും വിശുദ്ധനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ റോമർ 1-ന്റെ 5-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. റോമർ 1 അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപ അപ്പോസ്തലത്വം പ്രാപിച്ചത്. ഇവിടെ കാണാം വിശുദ്ധിയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും വിശുദ്ധനായതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവവും വിശുദ്ധനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് നാം കണ്ടു. അപ്പോൾ നാം ഇവിടെ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ ദൈവ ഗുണങ്ങളെക്കുറിച്ച് കാണുമ്പോൾ നാം കണ്ടു ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, പരിശുദ്ധനാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല പരിശുദ്ധാത്മാവാൻ ദൈവം നിത്യനാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ അൽഫയും ഒമേഗയുമാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അത് തന്നെയാണ് നാം കാണുന്നത്. വെളിപ്പാട് 22-ന്റെ 13-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെയാണ്, ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്ത്യവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും അൽഫയും ഒമേഗയും ആദ്യവും അന്തവുമാകുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവവും ആദ്യം അന്തവും അൽഫയും ഒമേഗയും ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 9-ന്റെ 14 അതൊന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവത്തിന് തന്നെത്താൻ ജഡീയ ശുദ്ധി വരുത്തുന്നുവെങ്കിൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര ശുദ്ധീകരിക്കും. ഇവിടെ കാണുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെ രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മിയും ജഡീയശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി നിർമ്മിച്ച, ഇവിടെ കാണുന്ന നിത്യാത്മാവിനാൽ അൽഫയും ഒമേഗയുമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ ഇവിടെ കാണുന്ന നിത്യാത്മാവിനാൽ പിതാവായ ദൈവം നിത്യനായിരിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു നിത്യനായിരിക്കുന്ന പോലെ ഇവിടെ പരിശുദ്ധാത്മാവാൻ ദൈവം നിത്യനാണ് എന്നിവിടെ കാണുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച
ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സാക്ഷി നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്ര അത്യയമായി ശുദ്ധീകരിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് നിത്യനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ തുല്യനാണ് എന്ന് നാം കണ്ടു. അതുപോലെ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ദൈവിക ഗുണങ്ങളെക്കുറിച്ച് നാം കണ്ടു. പരിശുദ്ധാത്മാവൻ ദൈവം വ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, പരിശുദ്ധനാണ്, നിത്യനാണ് എന്നുള്ളത് നാം കണ്ടു. അങ്ങനെ നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് വിശുദ്ധനാകുന്ന പോലെ, പരിശുദ്ധാത്മാവ് ആകുന്ന പോലെ നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ തക്കോണം ദൈവം ഓരോ ദിവസവും നമ്മളെ സഹായിക്കട്ടെ. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് വളരെ ഭയത്തോടും കൂടി ഭക്തിയോടും കൂടെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.